നമ്മൾ ഒരുപാട് സംസാരിച്ച ഒരു വിഷയമാണ് സിനിമയിലെ കട്ട് ചെയ്യാത്ത അബദ്ധങ്ങൾ. ഒരു രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ പല അബദ്ധങ്ങൾ പറ്റുകയും അത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ നിലനിർത്തുകയും പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്ത രംഗങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. അതിൽ ഒരുപാട് എപ്പിസോഡുകളിൽ ഷൂട്ടിങ്ങിനിടെ നടന്മാർ ചിരിച്ചു പോകുന്നത് കാണിച്ചിട്ടുണ്ട്. ആ രംഗങ്ങളും കൂടാതെ പുതിയ ചില ചിരികളെ കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. 2006 SN സ്വാമി എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബാബ കല്യാണി. ആ ഒരു സിനിമയിൽ മോഹൻലാൽ, കവിയൂർ പൊന്നമ്മ, ജഗതി ശ്രീകുമാർ എന്നിവർ അഭിനയിച്ച ഒരു രംഗമുണ്ട്. എന്റെ സെക്യൂരിറ്റി ഒക്കെ ഗുരുവായൂരിലെ ആ ഉണ്ണിയാ. കോൺസ്റ്റബിൾ അല്ല, ഗുരുവായൂരപ്പൻ. എന്നിട്ട് മാലയും വേലും ഒക്കെ മോഷ്ടിച്ചപ്പോ ഗുരുവായൂരപ്പനെ കണ്ടില്ലല്ലോ അമ്മേ. ഭയങ്കര കോമഡിയാ, എങ്ങനെ ചിരിക്കാതിരിക്കും. ജഗതി ശ്രീകുമാറിന്റെ പെർഫോമൻസ് കണ്ട് മോഹൻലാൽ ചിരിച്ചു പോകുന്നത് വ്യക്തമായി കാണാം. ആ ഒരു ഷോട്ട് ശരിയാകാതിനാൽ കട്ട് പറഞ്ഞെന്നറിയാൻ വേണ്ടി ആരെയോ മോഹൻലാൽ നോക്കുന്നതും കാണാം. പക്ഷെ സിനിമയിൽ ആ ഒരു രംഗം കട്ട് ചെയ്യാതെ അത് ഫൈനലാക്കിക്കൊണ്ട് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. 98 രാജസേനൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം. ആ ഒരു സിനിമയിൽ മനീഷ കൊയ്രാളെ കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ? കൊഴിയാളെ മത്തിയൊന്നും അല്ലട ചക്ക. മനീഷി കൊയ്രാളി, ഡബിൾ കബാഡിയ, പൂജാവട്ട്, ഇങ്ങനെയൊക്കെയാ ഹിന്ദി അറിയണം, ഹിന്ദി. ഇന്നസെന്റിന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ട് കൊച്ചിൻ ഹനീഫ ചിരിക്കുകയാണ്. ഡബ്ബിങ്ങിൽ അവിടെ ശബ്ദം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു തമാശ രംഗത്ത് ഒരാൾ ചിരിക്കുന്നത് വലിയ പ്രശ്നമല്ലായതുകൊണ്ടായിരിക്കാം അത് അവിടെ നിലനിർത്തിയത്. എന്നാൽ അതൊരു സീരിയസ് രംഗമായിരുന്നെങ്കിൽ നിലനിർത്തില്ലായിരുന്നു. ഒരു സീരിയസ് രംഗത്തിൽ ചിരിച്ചത് അതുപോലെ തന്നെ പ്രേക്ഷകരെ കാണിച്ചത് കുഞ്ചാക്കോ ബോബൻ ചിരിയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനായി ആദ്യം അഭിനയിച്ച അനിയത്തിപ്രാവിൽ. അതല്ലപ്പാ, ഇവനെ കഷ്ണമായി വെട്ടി നുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആംഗ്ലമാര്. അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. ഇവനെ കഷ്ണമായി വെട്ടി നുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആംഗ്ലമാര്. വളരെ സീരിയസ് ആയ കാര്യമാണ് ഹരിശ്രീ അശോകൻ പറയുന്നത്. പക്ഷെ പിന്നിൽ നിൽക്കുന്ന കുഞ്ചാക്കോ ബോബൻ ചിരിച്ചു പോകുന്നത് വ്യക്തമായി സീനിൽ കാണാം. അടുത്ത ഷോട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുന്നുമുണ്ട്. ദിലീപ് നായകനായി 2015 പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രമാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. ആ ഒരു സിനിമയിൽ സുരാജ് വഞ്ഞാറമൂടിന്റെ ഒരു കോമഡി രംഗമുണ്ട്. എന്റെ മക്കളെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നീയല്ലേ വർക്കി കുഞ്ഞ്? അത് പിന്നെ ഈ പ്രസവിച്ചത് ഞാനാണെങ്കിലും നീ ഇങ്ങ് വന്നേ വർക്കി. കൊച്ചവളുടെ കൂടെ അല്ലേ? സുരാജിന്റെ പ്രകടനം കണ്ട് ദിലീപ് ചിരി അടക്കി പിടിച്ചിരിക്കുന്നത് വ്യക്തമായി കാണാം. ആ ഒരു രംഗത്തിൽ സുരാജ് യഥാർത്ഥത്തിൽ മറ്റെന്തോ ആണ് പറയുന്നത്. ഡബ്ബിങ്ങിൽ ചേർത്ത ഡയലോഗാണ് നമ്മൾ കേൾക്കുന്നത്. ചിലപ്പോൾ സുരാജ് സീൻ തെറ്റിച്ചത് കണ്ട് ദിലീപ് ചിരിച്ചതായിരിക്കാം. ഈ ഒരു രംഗത്ത് ദിലീപാണ് ചിരിക്കുന്നതെങ്കിൽ ദിലീപിന്റെ പെർഫോമൻസ് കണ്ട് മറ്റൊരു നടൻ ചിരിക്കുന്നുണ്ട്. 2003 കമൽ സംവിധാനം ചെയ്ത ഗ്രാമഫോൺ സിനിമയിലായിരുന്നു അത്. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണിച്ചോരില്ലാത്തവൻ. ഒരു മിനിറ്റ്. ദിലീപിന്റെ ഡയലോഗ് കേട്ടുകൊണ്ട് നിയാസ് ബക്കർ ചിരിക്കുന്ന രംഗം സിനിമയിൽ അങ്ങനെ തന്നെ നിലനിർത്തി. രസികൻ സിനിമയിലും ഈ ഒരു ഡയലോഗ് കേട്ടുകൊണ്ട് ദിലീപ് ചിരിക്കുന്നത് കാണാം. മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. ഒരുപാട് സിനിമകളിൽ കോമഡി രംഗങ്ങളിൽ ഇതുപോലെ നടന്മാർ ചിരിക്കാറുണ്ട്. അത് വീണ്ടും ടേക്ക് എടുത്തുകൊണ്ട് ശരിയാക്കാറാണ് പതിവ്. ഒരുപാട് ടേക്കുകൾ പോയ പല സംഭവങ്ങളുമുണ്ട്. റിസർവ് ബാങ്ക് മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഈ ഒരു രംഗം ചിരിക്കാതെ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതിനെ കുറിച്ച് സുരാജ് തന്നെ പറഞ്ഞിരുന്നു. 2001 വിജി തമ്പി സംവിധാനം ചെയ്ത ജയറാം ചിത്രമാണ് നാറാണത്തു തമ്പുരാൻ. സിനിമയിൽ നന്ദിനിയുടെ കഥാപാത്രത്തിന്റെ ബാഗ് തട്ടിയെടുക്കുന്ന ഒരു രംഗമുണ്ട്. എന്ത് പ്രശ്നങ്ങളെയും പുഞ്ചിരിയോടെ നേരിടുന്ന നന്ദിനിയുടെ കഥാപാത്രത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ഷോട്ടിനിടെ ചിരിച്ചു പോയത് കട്ട് ചെയ്യാതെ കാണിച്ചിരിക്കുകയാണ്. 1997 അനിൽ ബാബു സംവിധാനം ചെയ്ത മുകേഷ് ചിത്രമാണ് മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ. ആ സിനിമയിലെ സഞ്ചരിക്കുന്ന ഭരണിയെക്കുറിച്ചും പെട്ടെന്നുണങ്ങുന്ന മുറിവിനെക്കുറിച്ചും നാം സംസാരിച്ചിരുന്നു. ചിത്രത്തിലെ മറ്റൊരു രംഗമാണിത്. 11 വർഷം ഞാൻ തറവാട്ടിലായിരിക്കും കോട്ട ലക്ഷ്യത്തിന്. നമ്മുടെ തറവാട്ടില ജയിലിൽ നീയല്ല സേതുരാമൻ BSc LLB. 11 വർഷം ഞാൻ തറവാട്ടിലായിരിക്കും കോട്ട ലക്ഷ്യത്തിന്. നമ്മുടെ തറവാട്ടില ജയിലിൽ നീയല്ല. വളരെ സീരിയസ് ആയി നടക്കുന്ന ഈ രംഗത്തിൽ ജഗതി ശ്രീകുമാറിന്റെ പെർഫോമൻസ് കണ്ട് കൊച്ചിൻ ഹനീഫ മാറി നിന്ന് ചിരിക്കുന്നതായി വ്യക്തമായി കാണാം. എന്നെ കിട്ടുകയില്ല, ഇവരെ കൊന്നോണ്ടിരുന്നു. ഒരു നടന്റെ പെർഫോമൻസ് കണ്ട് കൂടെയുള്ളവർ ചിരിച്ചു പോകുന്നത് നാം ധാരാളം കണ്ടിട്ടുണ്ട്. 1993 ഭാഗ്യവാൻ എന്ന സിനിമയിലെ രംഗമാണിത്. ഞാൻ പോവാ. മൂപ്പർ ഒരിക്കൽ ഫ്രഞ്ച് കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു ഗ്രനേഡ് കിട്ടി. മഴ ഇറങ്ങി.
ജഗതി ശ്രീകുമാറിന്റെ പെർഫോമൻസ് കണ്ട് ശ്രീനിവാസൻ ചിരിച്ചു പോകുന്നു. അടുത്ത ഷോട്ടിൽ തന്നെ ശ്രീനിവാസന്റെ മുഖഭാവം മാറുന്നുമുണ്ട്. മൂക്കില്ല രാജ്യത്ത് എന്ന സിനിമയിലെ ഒരു പാട്ടിനിടയിൽ ജഗതിയുടെ പെർഫോമൻസ് കണ്ട് സിദ്ദീഖ് ചിരിക്കുന്നതും നാം കണ്ടതാണ്. പഞ്ചാബി ഹൗസിൽ ഹരിശ്രീ അശോകന്റെ പെർഫോമൻസ് കണ്ടാണ് ദിലീപ് ചിരിക്കുന്നത്. എന്ത് പറ്റി രമണ? അയ്യോ പാവം, പോട്ടെ പോട്ടെ, അങ്ങനെ അവന്റെ മെയിൻ. അയ്യോ പാവം, പോട്ടെ. 2005 ദിലീപ് ചിത്രം പാണ്ടിപ്പടയിൽ ഇങ്ങനെയൊരു രംഗം കാണാം. പെട്ടെന്ന് തന്നെ ദിലീപ് ചിരിച്ചു പോകുന്നുണ്ടെങ്കിലും അടുത്ത ഷോട്ടിൽ അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുന്നുണ്ട്. 2008 പുറത്തിറങ്ങിയ ഒരു മലയാളം ചിത്രമായിരുന്നു SMS. നവ്യ നായർ, ബാല എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മരണപ്പെട്ടതായി അഭിനയിക്കുന്ന നവ്യ നായർ ബാലയുടെ കൈ പിടിച്ചു വെക്കുന്നതായി കാണാം. ഡെഡ് ബോഡിയുടെ മുഖത്ത് ചിരി വരുന്നതായും കാണിക്കുന്നു. 2002 ഷാഫി ചിത്രമാണ് കല്യാണരാമൻ. അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. ചിത്രത്തിൽ സലിം കുമാറിന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ട് ദിലീപ് ചിരിച്ചു പോകുന്നത് വ്യക്തമായി കാണാം. കല്യാണരാമനിൽ സലീം കുമാറിന്റെ പെർഫോമൻസ് കണ്ട് ദിലീപ് ചിരിച്ചു പോകുന്നത് നാം കാണിച്ചതാണ്. അതേ സിനിമയിൽ തന്നെ ഇങ്ങനൊരു രംഗം കാണാം. സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ചിരിച്ചുകൊണ്ട് ഫ്രെയിമിൽ നിന്നും മാറി നിൽക്കുന്നത് കാണാം. 2015 നിവിൻ പോളി ചിത്രമാണ് ഒരു വടക്കൻ സെൽഫി. നിവിൻ പോളി വളരെ ക്രൂരമായി പെരുമാറിക്കൊണ്ട് വരുമ്പോൾ അതിനിടയിൽ അദ്ദേഹം ചിരിക്കുന്നത് വ്യക്തമായി കാണാം. 86 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ ഒരു സിനിമയിലെ കട്ട് ചെയ്യാത്തൊരു അബദ്ധമായിരുന്നു ഇത്. ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിൽ നിന്നും ചാടിയിറങ്ങുന്ന ശ്രീനിവാസൻ മുമ്പോട്ട് വീഴാൻ പോകുന്നതാണ്. ഈ ഒരു സംഭവം കണ്ട് പിന്നിൽ നിന്നും മോഹൻലാൽ ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായി ഫ്രെയിമിൽ വരുന്നില്ല എന്ന് മാത്രം. ഇതുപോലെയുള്ള ബ്ലൂപ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.